കടുവ ഞങ്ങളെ പിടിച്ചില്ലെങ്കിൽ ബാക്കി വീഡിയോ വ്യൂ പോയിന്റ് ഒക്കെ കാണിച്ചു തരാം. വെൽക്കം ബാക്ക്. യെസ്, ഇറ്റ്സ് അഞ്ജു. അപ്പോഴേ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഇടുക്കിയിലാണ്. ഹസ്ബൻഡിന്റെ മമ്മിയുടെ വീട്ടിലോട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോസ് ഒക്കെ എടുത്തു തുടങ്ങി. കുട്ടിക്കാനത്തൊക്കെ നല്ല അടിപൊളി കാറ്റും മഴയൊക്കെ ആയിരുന്നേ. അപ്പൊ ഇവിടെ കുറെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഓർത്തത് ഞാൻ ഇൻട്രോ എടുത്തില്ലെന്ന് കേട്ടോ. ഞങ്ങളപ്പം മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇച്ചയുടെ ഗ്രാൻഡ്പയൊക്കെ കാണാനാട്ടോ. പിന്നെ കുറെ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പം ശരി, ലിയാമിനെയും എല്ലാവരെയൊക്കെ ഒന്ന് കാണിക്കാം, എല്ലാവരെയും ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാ, കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക്. അപ്പൊ ഇതൊരു ഫാമിലി വ്ലോഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വ്ലോഗ് പോലെ തന്നെ. കാരണം കുറെ ഫാമിലി മെമ്പേഴ്സും അതിന്റെ കൂട്ടത്തിൽ കുറെ അടിപൊളി വ്യൂസ് ഒക്കെ കാണിച്ചിട്ട്. ഇടുക്കിയിൽ ഒരുപാട് പേര് ഇടുക്കിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാട്ടോ ഒരുപാട് ഇടുക്കിയിലോട്ട് വന്നു തുടങ്ങി. അതുവരെ ഞാൻ ഒരു വട്ടം മൂന്നാറിന് പോയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഹൈ റേഞ്ചസ് ഒന്നും പോയിട്ടില്ല. അപ്പൊ എനിക്ക് കുറച്ച് പേടിയൊക്കെ ആയിരുന്നു. ഇങ്ങനെ നമ്മള് ഈ കുട്ടിക്കാനൊക്കെ വരുമ്പോ കുറച്ചിങ്ങനെ ഒരു നല്ല കുഴിയൊക്കെ അല്ലേ, അപ്പൊ അതൊക്കെ കാണുമ്പോ പേടിയായിരുന്നു ആദ്യം. ഇപ്പൊ പോകെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിധം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ മെയിന് എല്ലാരെയും കാണിച്ചു തരാം, കുറെ അടിപൊളി വ്യൂസും കാണിച്ചു തരാം കേട്ടോ. അപ്പം എവിടെയൊക്കെയാ പോകുന്നതെന്ന് ഇതുവരെ പ്ലാൻ ഇല്ല. അപ്പൊ പ്ലാനില് അപ്പൊ നിങ്ങളെയും കൂട്ടാം. അപ്പൊ ബാക്കി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പോരെ. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കോട്ടയത്ത് നിന്ന് ഇറങ്ങിയത്. മുണ്ടയ്ക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല കാറ്റായിരുന്നു. കാറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞിറങ്ങാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണാം അപ്പുറത്ത് മലയിൽ. മുണ്ടക്കയും കഴിഞ്ഞപ്പോൾ അടിപൊളി കാറ്റും. അതിന്റെ ഷോട്ട് എടുത്തില്ലേ നമ്മൾ, കുറച്ച് ഇങ്ങനെ കരിയിലൊക്കെ ഇങ്ങനെ പറന്ന് പിടില്ലോ. ഇപ്പൊ മഴയൊക്കെ കുറഞ്ഞു. കുട്ടിക്കാനം ഓൾമോസ്റ്റ് ആയില്ലേ? ഇത് കുട്ടിക്കാനല്ലേ പ്രോപ്പർ ആണോ, അതോ ഇനിയും കയറാനുണ്ടോ? ഇത് വളങ്ങാനം. മഴ വന്നു, കാറ്റും വന്നപ്പോഴത്തേക്ക് മൂടലൊക്കെ കൊണ്ടുപോയി. ഒരു മണിക്കൂർ മുമ്പ് വന്നിരുന്ന ചിലപ്പോൾ നല്ല മൂടൽ മഞ്ഞൊക്കെ കാണാമായിരുന്നു. കാഞ്ഞിറങ്ങും അല്ലെ, സൈഡൊക്കെ കാണിച്ചു തരാവേ. കേട്ടോ, ആദ്യമൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴും പേടിയൊക്കെ ഉണ്ട്, പേടിയില്ലാന്നില്ല. എന്നാലും ആദ്യം വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എനിക്കിങ്ങനെ വളവും ആ ഒരു ഭയങ്കര കൊക്കയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം കുറച്ച് അങ്ങനെയില്ല, അറിയാം സ്ഥലം എങ്ങനെയാണ്, വളവ് എങ്ങനെയാണ്, തിരിവ് എങ്ങനെയാന്നൊക്കെ അറിയാം. എന്നാലും ഈ മഴയും കാറ്റും ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഇന്ന്, സാധാരണ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ വെയിലൊക്കെയാണ്, പക്ഷെ ഈ വട്ടം വന്നപ്പോൾ മഴയും കാറ്റും കണ്ടപ്പോൾ ഒരു പേടിയല്ല, പക്ഷെ രസമുണ്ട് കാണാൻ. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് കയറണമെന്ന് വിചാരിച്ചായിരുന്നു. കോട്ടയത്ത് നിന്ന് ഇറങ്ങിയപ്പോ 33 ആയിരുന്നു ടെമ്പറേച്ചർ. പെട്ടെന്ന് അത് 18 ആയി. ഇവിടെ മഴയൊക്കെ പക്ഷെ തുറന്നിട്ട് വലിയ അടിപൊളിയായിട്ടൊന്നും കണ്ടില്ല. കാരണം കാറ്റ് കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ. ഇതാണ് മരിയൻ കോളേജിന്റെ വ്യൂ. നോക്കി എന്നെ അടിപൊളിയാണ്. ഫോറസ്റ്റിന്റെ താറൊക്കെ കണ്ടോ, റോഡില് വരി 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 പോൽ പശുമ്പ പോന്നു കണ്ടോ. പട്ടുമല പള്ളിയെ കുറിച്ച്, വേളാങ്കണ്ണി പള്ളിയാ. എപ്പോ ഇതിലെ കൂടെ പോയാലും നമ്മള് കേറും. പക്ഷെ ഈ വട്ടം കയറും. 3 തവണക്ക് മേളിൽ കയറിയിട്ടുണ്ട്. ലിയാം ഉള്ളപ്പോഴും. ലിയാമിന്റെ കുഞ്ഞിലത്തെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ട്, അത് ഭയങ്കര രസമാണ്. ഇങ്ങനെ ലിയാമായിട്ട് ഒരു വട്ടം കയറിയിട്ടുള്ളൂ. കുഞ്ഞായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു 4-5 മാസം ഉള്ളപ്പോഴാണ് കയറി. ഈ സ്ഥലം കാണാൻ വേണ്ടിയാണ്, പേടിച്ചിട്ടാണെങ്കിൽ നമ്മള് കുട്ടിക്കാനൊക്കെ കഴിഞ്ഞു വരുന്നത്. ആൾക്കാര് മതില് വെക്കുന്ന വളരെ കുറച്ചാണ്. കുറെ പേര് ഇതേപോലെ ഇങ്ങനെ ചെടികൾ വെച്ചാണ് കാക്കയൊക്കെ വടി വെച്ച് കാക്കി കാക്കി
ആദ്യമൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചയെടുത്ത് ചോദിക്കാറ് എന്താ വെച്ചാൽ ഇവിടെ മതിലില്ലാത്ത എന്ന്. അപ്പോൾ ഇച്ചേൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് സെന്റ് കണക്കിനല്ല ഏക്കർ കണക്കിനാണ് സ്ഥലമുള്ളത്. അപ്പോൾ എത്രത്തോളം അവർ മതിൽ കെട്ടും, അതുകൊണ്ടാണ് അവരിങ്ങനെ വേലി കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ ചെടി നടുന്നത്. ഇതാണ് മമ്മിയുടെ താഴത്തെ ഇതാണ് സിനി ആൻറ്റിയുടെ വീട്. അങ്ങനെ സിനി ആൻറ്റിയുടെ വീട്ടിൽ ഞങ്ങൾ എത്തി. ഇത് മമ്മിയുടെ അനിയത്തിയുടെ വീടാണ്. ഇവിടെ പോയാലും പൂക്കളും ചെടികളും കണ്ടാൽ ഞാൻ ഫോട്ടോയും വീഡിയോ എടുക്കും. ഈ പൂവുണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു ഇടുക്കിയിലോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിന്റെ മുമ്പിലും ഉണ്ട് കേട്ടോ ആ പൂവ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാ. പല കളറാണ്, നല്ല കാറ്റും, ഒരു രക്ഷയില്ല. സൂപ്പർ കാറ്റും അതേപോലെ തണുപ്പും. ഞാനിപ്പോഴേ നിങ്ങൾ അടിപൊളി ഒരു സ്ഥലം വ്യൂ പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോവേ. പാണ്ടിക്കാട് തന്നെ. പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അത് കാണിക്കാൻ കൊണ്ടുപോവേ. അതേപോലെ അവിടെയാണ് ഒരു കടുവ ഇപ്പം ഇതൊരു കുഴി വീണെന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ സെയിം സ്ഥലത്താ. കടുവ ഉണ്ടോ എന്തോ. കടുവ ഞങ്ങളെ പിടിച്ചില്ലെങ്കിൽ ബാക്കി വ്യൂ പോയിന്റ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു വണ്ടിക്ക് പോകാൻ പറ്റുമെന്നുള്ളൂ. ഐട്ടെണ്ണം കൊണ്ടൊക്കെ പോയിട്ടില്ല പണ്ട്, പപ്പയുടെ പഴയ വണ്ടിയും കൊണ്ട് അങ്ങ് പോയിട്ടില്ലെന്നുള്ളൂ. ഐട്ടെണ്ണം അവിടെ ഇട്ട് നടന്ന് പോയിക്കൊണ്ടിരുന്നു പാണ്ടിക്കാട് കാണാനായിട്ട്. ഈ വഴി ഒക്കെ പാറയൊക്കെ ഇറക്കിയിട്ടുള്ള ഐട്ടെണ്ണം കൊണ്ട് അവര് വണ്ടി ഇറക്കുന്നതായിരുന്നു, എല്ലാ വണ്ടി. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം പിന്നെ വേറെ വണ്ടിയൊക്കെ പോകും. നല്ല അടിപൊളി ഇറക്കം. പാണ്ടിക്കാട് ഇതാണ് പാണ്ടിക്കാട്. ഇവിടെ നിന്ന് 5ഓളം ജില്ലകൾ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതേപോലെ പണ്ട് ഇത്രയും നീളമില്ലായിരുന്നു ഈ മരങ്ങൾക്കൊന്നും. അപ്പം കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടുതലായിരുന്നു. ഇപ്പൊ നമുക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നോളം ഞാൻ സൂം ഒക്കെ ചെയ്ത് കാണിച്ചു തരാമേ. അത് മരമല്ലേ പപ്പ? ഈ പാണ്ടിക്കാട്ടിൽ നിന്ന് ഏതൊക്കെ ജില്ലകൾ കാണാം തമിഴ്നാട്ടിന്റെ? തമിഴ്നാടിൻ്റെ തേനി ജില്ലയിലെ മെയിനായിട്ട് ലോവർക്യാമ്പ്, ഗൂഡല്ലൂർ, കമ്പം, ചിന്നമന്നൂർ, തേനി വരെ കാണാം. ഇതിപ്പോ ഫുള്ള് കാടായോണ്ടല്ലോ ഒന്നും കാണാൻ പറ്റാത്ത. അതിനെക്കൊണ്ട് നോക്കിയാൽ കാണാം. ഓരോ പട്ടണങ്ങളും നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കി അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ചെറിയ മരമൊക്കെ ആയിരുന്നു നേരത്തെ. അങ്ങനെ പാണ്ടിക്കാടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സൈഡിൽ കൂടെ റോഡ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഒരു റിസോർട്ട് ഉണ്ട്, നമുക്കൊന്ന് പോയിട്ട് വരാം. സത്യത്തിൽ അത് 100 മീറ്റർ പോലും ഇല്ലായിരുന്നേ. പക്ഷെ വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തിരിക്കാനൊന്നും സ്ഥലമില്ല. ഞാൻ ആ വീഡിയോ ക്ലിപ്പിംഗ് ഒന്നും എടുത്തില്ല. അവസാനം എങ്ങനെയൊക്കെയോ ഞങ്ങൾ വണ്ടിയൊക്കെ വളച്ച് തിരിച്ചു വന്നു കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നല്ലേ, ഇത് സത്യത്തിൽ കാട് പിടിച്ചു കിടക്കുവാണേ. അത് കൊക്കയാണ്, നല്ല താഴ്ചയുണ്ട്. നേരത്തെ കണ്ടില്ലേ പാണ്ടിക്കാടിന്റെ ആ ഒരു സൈഡ് തന്നെയാണ്. എടുത്തു എല്ലാവർക്കും. മമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി തൂങ്ങപ്പോരെ. ഹേയ് ഹലോ, വെൽക്കം ബാക്ക്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞങ്ങളുടെ അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പം പേരമ്മയുടെ വീട്ടിൽ വന്നേക്കുവാണ്. രാത്രി ഇവിടെയാണ് കിടന്നുറങ്ങിയത്. രാവിലെ എണീറ്റു. നല്ല അടിപൊളി തണുപ്പ്. എൻ്റെ വീട്ടിൽ തിരിച്ചൂടി ചായ, സൂപ്പർ തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പ് കേട്ടോ. ഇപ്പം ക്ലൈമറ്റ് എത്രയായിരുന്നു, ടെമ്പറേച്ചർ എത്രയാന്ന് പറയാവേ. ഇപ്പോൾ 21 ആണ് ക്ലൈമറ്റ്. ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് തോന്നുന്നു 18-16 വരെയൊക്കെ പോയായിരുന്നു. നല്ല തണുപ്പായിരുന്നു രാത്രി. ഇടയ്ക്ക് ഞങ്ങളൊരു വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പോയായിരുന്നു. തമിഴ്നാട്, ഓൾമോസ്റ്റ് മധുരൈ, തേനി,
പിന്നെ കമ്പം, ഇത് 3 കാണാൻ പറ്റുന്ന ഒരു സ്ഥലം പോയായിരുന്നു. അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഒരു പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ പറ്റത്തില്ല, കുറേ ലൈറ്റ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഞങ്ങളിപ്പം മഞ്ഞപ്പാറയ്ക്ക് പോകുമ്പോൾ, മഞ്ഞപ്പാറയിലാണ് ഗ്രാൻഡ് പാരൻസ് ഉള്ളത്, അപ്പം അവിടെ പോകുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് അവിടെ കയറി ഒന്ന് വ്യൂ കാണിച്ചു തരാം നിങ്ങളെ രാവിലെ എങ്ങനെയാണെന്ന്. നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ്. അവിടെ പോയി നല്ല അടിപൊളി തണുപ്പ് കാറ്റ്. പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വന്നു കേട്ടോ. എന്ത് ചെയ്യരുതെന്ന്? സബ്സ്ക്രൈബ് ചെയ്യരുതെന്നോ? കള്ള ഇവർ രണ്ടുപേരും കൂട്ടുകാരായി. ഏലത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം മഴ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഏലത്തിന് വെള്ളം ഒഴിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് മഴവെള്ളത്തിന്റെ അല്ലേ? ആ, പൈപ്പ് ഉണ്ടല്ലേ. താഴെ കണ്ടത്തിന്ന് ഓസ് ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് ഏലത്തിന് ഒഴിക്കാനാ. ഏലം കണ്ടോ? ഏലം കാണിച്ചു തരാം. ഇതാണ് ഏലക്ക, ഇങ്ങനെ പൂത്ത് നിൽക്കുക. പക്ഷെ ഇത് ഫുള്ള് ഏലത്തോട്ടമാണ്, അല്ലെ ഏലക്കയാണ്. ഏലത്തോട്ടം ഉണ്ട്. ഇങ്ങനെ താഴോട്ട് മേളിലുണ്ടോ മീന്? ഏലത്തോട്ടം കേട്ടോ. ഇതാണ് ഏലത്തോട്ടത്തിലെ ഏലക്ക. ഇത് പറിക്കുന്നതൊക്കെ എങ്ങനെയാന്ന് അറിയാവോ? നമ്മള് ഇങ്ങനെ ഇത് മൂത്തതാന്ന് നോക്കണം. എന്നിട്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒടിക്കണം, പറിച്ചെടുക്കണം. അന്നേരം അവര് ബക്കറ്റ് കൊണ്ടുവരും. ബക്കറ്റിനകത്തോട്ട് ഇടും. അത്ര അറിയത്തോളോ? എന്നാടാ ചെറുക്ക ഇത്രയൊക്കെയാണോ? കണ്ടോ ഒരു ചെറിയ ക്യാമറമാൻ. ഇങ്ങനെ കണ്ടോടുത്ത് നോക്കട്ടെ, വഴിയിലെ പോകുന്ന നോക്കാം. ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി. അഞ്ജുന്ന് വിളിക്കുക അവൻ, അഞ്ജു. ഓൺ ദ വേ ടു മഞ്ഞപ്പാറ. അവിടെയാണ് മമ്മിയുടെ വീട്. അപ്പൊ മഞ്ഞപ്പാറയിലോട്ട് പോവാണ്. അതിലിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. രാത്രി നമ്മളൊരു നൈറ്റ് വ്യൂ കാണിച്ചു, ഞാനത് കാണിച്ചു തരാം. ഇവിടെ കാണിക്കാം. നല്ല മഴക്കാറാണ്, മഴയായി. ഞാൻ ആ വ്യൂ കാണിച്ചു തരാം. ഇത് തമിഴ്നാട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇത് തമിഴ്നാട് അല്ലേ? കമ്പം. എന്താ നടക്കുന്നതെന്ന് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റും. മഴ വീണു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇന്നലെ നമ്മള് കുറേ ലൈറ്റ്സ് ഒക്കെ കണ്ട ആ ഏരിയ. ഇന്നലെ നമ്മൾ ഇവിടെയാണ് കുറേ ലൈറ്റ്സ് ഒക്കെ കണ്ടത്. നമ്മുടെ വീട്ടിലിരുന്നുള്ള വ്യൂ നമ്മള് കാണുമ്പോ എന്താ, ഇത് ഫുള്ള് കാട് പോലെയല്ലേ? സത്യത്തിൽ കാടല്ല. ഇവിടെയാണ് ഏറ്റവും വീടുകൾ. ഈ ടവറൊക്കെ കണ്ടോ? ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, കാറ്റാടിപ്പാറ വ്യൂ പോയിന്റ്. ഇപ്പം ഞങ്ങൾ പോകുന്നത് മമ്മിയുടെ അങ്കിളിൻ്റെ വീട്ടിലോട്ടാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഇതിങ്ങനെ ഒരു കുത്തനെ ഉള്ള റോഡാണ്. അതേപോലെ ഒരു സൈഡിൽ നല്ല കുഴി. വീട് കണ്ടില്ലേ? നമ്മളിരുന്ന വീട്. ആ വീട് നമ്മൾ അക്കരയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നപ്പോൾ കാണിച്ച ആ ഒരു മല, അവിടെയാണ് ഞങ്ങളിപ്പം. ഇത് നമ്മുടെ ഒരു അവിടുത്തെ അമ്മച്ചിയുടെ ആങ്ങളയാണ്. അപ്പം അവരുടെ വീട്ടിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എന്നിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പുറത്ത് അക്കരെ വീട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബ വീട് അവിടെ ഉണ്ടോ നോക്കാവേ. ഇവിടെ എന്നിട്ട് ഒരു വീട് കാണാം. വീട് കാണിക്കാൻ പോവാണ്. എല്ലാരും കണ്ടോ നമ്മുടെ വീട്? കണ്ടേ? ഇതാണ് കേട്ടോ ആ ഓറഞ്ച് വീടാണ്. അവിടെ ഇരുന്നിട്ടാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെയും കൃഷിയാ. നമ്മള് ദൂരെ നോക്കുമ്പം കണ്ടോ കൊടിയും പ്ലാവും എല്ലാം ഉണ്ട്. ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. ജാതിക്കും മാസിയമ്മായി. ഇതാണ് കേട്ടോ ഗ്രാൻഡ്മയുടെ അങ്കിള്, മമ്മിയുടെ അങ്കിള് എടുക്കുന്നല്ലേ. വരുന്നവര് എന്നാ ചെയ്യണോ? ഇത് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നോക്കിയിട്ട് ഇവിടുന്ന് താഴത്തെ ഏറ്റവും താഴത്തെ കായല്ലേ ഇത് കണ്ടോ? ഇത് ഇവിടുന്ന് എടുക്കും. ഇതെടുക്കും രണ്ടെണ്ണം ചിലപ്പോൾ. എന്നിട്ട് ഇങ്ങനെ വരും. ഇത് കണ്ടോ? ഇതെല്ലാം പൊഴിഞ്ഞു പോയതാ. ഒത്തിരി നഷ്ടപ്പെട്ടു പോയി. അങ്ങനത്തെ ആണോ? അതാണ് പഠിത്തം.
ഇങ്ങനെ പറിച്ചെടുക്കാൻ. ഇത് കണ്ടോ കറുത്ത കണ്ടത് കറുത്തിരിക്കുന്നല്ലേ? ഇതാ മൂത്തത്. ഇതിനേക്കാളും മൂക്കുവേ. ആ ഇവിടം വരെ എടുക്കും. കടിക്കണം, കടിച്ചു കൊടുക്കണം. ഗ്രാമ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഗ്രാമ്പ് കുഴപ്പമൊന്നുമില്ല. ആ ഒരു ദോഷവുമില്ല. കുഴപ്പമൊന്നുമില്ല. ഇറങ്ങത്തില്ല ഇവിടെ. ദോഷമൊന്നുമില്ല. അതേ ടേസ്റ്റ്. ഇത് പഴുക്കുന്നതിനോ ഇത് പിഞ്ചാണേ, നടുക്കേക്ക്. ഇതൊന്ന് കഴിച്ചു നോക്കാം. അമ്മയ്ക്ക് കൊടുക്കാം. ആ ഒരു ഏലക്കയുടെ ടേസ്റ്റ് പിഞ്ചില് വരുന്നില്ല, പക്ഷെ ഇതില് നല്ല പഴുത്ത മഴ എന്നാ പറയുന്നത്. മഴയും കാറ്റും. ഞങ്ങൾ ഓഫ് റോഡിങ് കഴിഞ്ഞു. പോകുന്നുണ്ടോ? വേണ്ട, റെയിൻബോ കണ്ടോ? റെയിൻബോ മതി. കുഞ്ഞിനറിയല്ലോ ഓഫ് റോഡിങ് ആണെന്ന്. ചക്കര സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ നല്ല ചെവിടിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഇങ്ങനെ രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോവാനേ. ഞങ്ങൾ ഒരു അടിപൊളി സ്ലോപ്പ് ഇറങ്ങുക. മമ്മി, ഇച്ച, പൊന്നി, ലിയാം, പിന്നെ ഏതാണ്ട് അമ്മച്ചി. അമ്മച്ചി ആരും ഇടിക്കുകയാണല്ലോ. ഇതാണ് ഉച്ചയുടെ ഗ്രാമ. അമ്മച്ചിയെ ഇങ്ങനെ ഞങ്ങൾ ഞാൻ പറയൂല, തേറ്റ പറയുന്നു. ഞങ്ങളിങ്ങനെ പോവാ. എൻ്റെ ചാച്ചൻ അവിടെ ഇരിപ്പുണ്ട്, പാപ്പി ഇവിടെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്, അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, പൊന്നി ഇടയ്ക്ക് വായേ. അടിപൊളി. ഇതാണ് ഇരട്ടയാറ് പാലം. പക്ഷെ ഈ സൈഡിലോട്ടൊന്നും വെള്ളമില്ല. ഡാം തുറക്കുമ്പോഴേ ആ സൈഡിലോട്ടൊന്നും എന്നാ രസമാണ്. ഞങ്ങള് നഴ്സറിയിലൊന്ന് ഇറങ്ങി. അടിപൊളിയല്ലേ? നല്ല അടിപൊളി ചെടികള്. ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ മാത്രമല്ല ഇവിടെ. വേറെ ഞങ്ങൾ ജാതിത്തൈക്ക് വേണ്ടി ഇറങ്ങിയതാണ്, പക്ഷേ ജാതിത്തൈ ഇല്ല ഇവിടെ. മുഴുവൻ ഇങ്ങനെ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെ വേറെ ഒന്നുമില്ല. പക്ഷെ കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഈ പ്ലാന്റില്ലേ, ഈ കാണുന്ന പിങ്ക്, അത് ഞങ്ങൾ മേടിച്ചു. തൈക്ക് ഇങ്ങനെ ഒരു തൈക്ക് 30 രൂപ. കണ്ടോ, അടിപൊളിയല്ലേ? അല്ലെങ്കിൽ നിർത്തിയിട്ട് എടുക്കുക. ഐഡിയ. ചപ്പാത്ത് പോലെ അങ്ങനെ ഒരു തേയിലത്തോട്ടം. കാറ്റ ഇതാണല്ലോ. ഈ സ്ഥലത്തിന്റെ പേരെന്താ കറക്റ്റ്? ഈ സ്ഥലത്തിന്റെ പേരെന്താ അറിയത്തില്ല. ഞങ്ങക്ക് വണ്ടി കയറിട്ട് പറഞ്ഞുതരാ. കണ്ടോ, അടിപൊളി തേയിലത്തോട്ടം. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോവാണ്. സ്ഥലത്തിന്റെ പേര് കരിന്തിരിയാണോ? ആ, കരിന്തിരി എന്നെങ്ങനെ ഇരിക്കുന്നത്. നോക്കി ഫ്രണ്ടിലോട്ട്. അടിപൊളിയല്ലേ? അടിപൊളി. നോക്കിയേ, സൂപ്പർ. പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകാലോ.
എന്തൊക്കെയോ ഒരു കണ്ടോ റോഡ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. ഇത്ര നേരം ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. കണ്ടോ ചേച്ചി നോക്കി. പക്ഷെ എത്ര നേരം ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ പോസ് മാറ്റാൻ മറന്നു തോന്നി. വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ വെള്ളച്ചാട്ടം അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട് പാപ്പു ശബ്ദിച്ച് ക്ഷീണിച്ച് കുഴഞ്ഞ അവസാനായിട്ട്. So thank you for watching. See you in my next video. ഞങ്ങൾ വീട് എത്തിട്ടോ. ബൈ 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 ബൈ. പാപ്പിനെ എടുത്തു.